പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വലിയ ആഴ്ചയിലെ വിവിധ സംഭവങ്ങൾ, രക്ഷാകര ചരിത്രത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന വിവിധ സംഭവങ്ങൾ ധ്യാന വിഷയമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ മരണം അനുസ്മരിക്കുന്ന ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളിയാഴ്ചത്തെ വിവിധ സംഭവങ്ങൾ നമ്മൾ മനസ്സിലൂടെ കൊണ്ടുവരും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ശ്രമിക്കുന്നതാണ്. ഈ സംഭവങ്ങളെക്കുറിച്ച് ഒരു മുൻ വിവരണമെന്ന രീതിയിൽ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്ന ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 13-ാം വാക്യം മുതൽ 53-ാം അധ്യായം 12-ാം വാക്യം വരെ. എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാകും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ, വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരു കരുതി? അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പര കാണും. ദീർഘായുസ് പ്രാപിക്കുകയും കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടി എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി. അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മാധ്യസ്ഥ്യം വഹിച്ചു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, വിശ്വാസത്തിൽ അടിസ്ഥാനമായി നിൽക്കുന്ന വിശ്വാസ സത്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുള്ള ഒന്നാണ് യേശുവിൻ്റെ മരണം. ഇപ്രകാരമുള്ളൊരു മരണം, ദുഃഖവെള്ളി എന്നാണ് നമ്മൾ ദിവസത്തെ വിളിക്കുന്നത്. യേശുവിൻ്റെ നിഷ്ഠുരമായ പീഡാസഹനത്തെക്കുറിച്ചുള്ള മാത്രമല്ല, അതിന് കാരണമായിരുന്നു നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ദുഃഖവും കൂടി സൂചിപ്പിക്കുന്നുണ്ടാകാം. ഇതിന് ദുഃഖവെള്ളി എന്ന് പറയുക. ലോകത്തിൻ്റെ പാപം മുഴുവനും അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത് ഈ കുരിശിലാണ്. പാപത്തിൻ്റെ കാഠിന്യം എത്രയെന്ന്. അതോടൊപ്പം ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. ഗുഡ് ഫ്രൈഡേ ഒരു നല്ല വാർത്തയാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ദൈവം നമ്മുടെ പാപം പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നുവെന്നും നമ്മുടെ പാപങ്ങളെല്ലാം യേശു ഏറ്റെടുത്ത് അത് നമുക്ക് മോചനം നൽകിയിരിക്കുന്നുവെന്നും
നമ്മളെ അനുസ്മരിപ്പിക്കുന്ന, നമ്മോട് പ്രഘോഷിക്കുന്ന ഒരു സദ്വാർത്തയാണ് ഗുഡ് ഫ്രൈഡേ. ഇറ്റാലിയൻസ് ഇതിനെ ജ്യോതി സാന്തോ എന്നാണ് പറയുക, വിശുദ്ധ വെള്ളി. ദൈവത്തിന് സ്വയം സമർപ്പിച്ച യേശു തന്നെ വിശുദ്ധീകരിച്ച് പിതാവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചതിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്നതിനാൽ ഇതിനെ വിശുദ്ധ വെള്ളി എന്ന് പറയാം. ഇതുമാവട്ടെ ഏറ്റവും പ്രധാനം ഈ ദിവസത്തിൻ്റെ സംഭവങ്ങളാണ്. ഈ സംഭവങ്ങൾ നമ്മൾ ചുരുക്കമായി അപഗ്രഥിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യമേ ഓർക്കണം, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല, സ്വീകരിക്കാനോ വിശദീകരിക്കാനോ ഏറെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? ദൈവം എങ്ങനെ കുരിശിൽ മരിക്കും? ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ ഇപ്രകാരം പരാജിതനായി എൻ്റെ ദൈവമേ എന്തേ എന്നെ കൈവിടിഞ്ഞു നിലവിളിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു മനുഷ്യനായി എങ്ങനെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും? കുരിശ് വലിയ ഒരു പ്രതിസന്ധിയാണ്, വലിയ ഒരു വിലങ്ങുതടിയാണ് വിശ്വാസത്തിന്. സാധാരണഗതിയിൽ വിജയിക്കുന്നവരെയാണ് ആവശ്യപ്പെടുന്നത്. ഏത് മതം നോക്കിയോളൂ, ഏത് മതത്തിലാണെന്നുണ്ടെങ്കിൽ വിജയിക്കാനുള്ള വഴികളാണ് പറഞ്ഞു തരിക, വിജയിച്ചവരുടെ കഥകളാണ്. പക്ഷേ ക്രൈസ്തവ മതത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന ഈ വസ്തുത വലിയൊരു പരാജയത്തിൻ്റെതെന്ന് തോന്നാവുന്നൊരു സംഭവമാണ്. കുരിശിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം, അതിന് ദൈവമായിട്ട് എങ്ങനെ കണക്കാക്കാൻ സാധിക്കും? നമ്മൾ അടുത്തു വരുന്നതിന് മുമ്പേ ഈ സംഭവങ്ങൾ ഒന്ന് പൊതുവായി കാണുക. ഈ വലിയ ആഴ്ച ആരംഭിക്കുന്ന, ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ബഥാനിയയിലെ തൈലാഭിഷേകത്തോടു കൂടിയാണ്. യേശുവിൻ്റെ പാദങ്ങളിൽ തൈലം പൂശിക്കൊണ്ട് യേശുവിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന മറിയം ചെയ്യുന്നത് അവനെ കുരിശുമരണത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ കാനായിൽ വെച്ച് അമ്മയുടെ വാക്ക് കേട്ട് വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ആരംഭിച്ച യേശു ഇപ്പോൾ മറ്റൊരു സ്ത്രീയുടെ കൈകളാൽ അഭിഷിക്തനായി കുരിശിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ടു, വലിയ ജൈവിളികളോട് മധ്യേ ജെറൂസലത്തേക്ക് പ്രവേശിക്കുമ്പോൾ യേശു ജെറൂസലത്തെ നോക്കി വിലപിക്കുകയാണ്. ഇപ്പോഴെങ്കിലും ഇതിൻ്റെ സന്ദർശനത്തിൻ്റെ ദിനം നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദേവാലയത്തിൽ പ്രവേശിച്ച് ശുദ്ധീകരണ പ്രക്രിയ നടത്തി ദേവാലയം ദൈവത്തിൻ്റെ ആലയമായി പുനഃപ്രതിഷ്ഠിച്ചു. ഈ ആലയം നിങ്ങൾ നശിപ്പിക്കുവാൻ 3 ദിവസം ഞാൻ പുനരുദ്ധരിക്കുമെന്ന് പഠിപ്പിച്ചു. സ്വന്തം ശരീരത്തെക്കുറിച്ചായിരുന്നു. പെസഹ വ്യാഴം സ്വയം മുറിച്ചു പങ്കുവയ്ക്കുന്നതിൻ്റെ സ്നേഹമാണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാണ്, ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലുള്ള എൻ്റെ രക്തമാണ്. ഇങ്ങനെ കൗദാശികമായി സ്ഥാപിച്ച ആ ഒരു കൂദാശ, വിശുദ്ധ കുർബാന, അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഇന്ന് പ്രകടമാവുകയാണ്. ആരംഭിക്കുന്നത് ഗത്സമനിലെ പ്രാർത്ഥനയോടുകൂടിയാണ്. യേശുവിൻ്റെ അന്ത്യത്താഴത്തിന് ശേഷം ഏതാണ്ട് 10 മണിയോടുകൂടിയായിരിക്കും അവർ അടുത്തുള്ള ഏകദേശം 1 കിലോമീറ്റർ ദൂരെയുള്ള ഗത്സമേൻ തോട്ടത്തിലേക്ക് പോവുക. അവിടെ വെച്ച് യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള അറസ്റ്റ് യൂദാസാണ് ഒറ്റിക്കൊടുക്കുക. പിന്നീട് നടക്കുന്ന വിചാരണകൾ, 5 വിചാരണകൾ നടക്കുന്നു. അതിനുശേഷം ഒരു ജനകീയ വിചാരണയുടെ മധ്യത്തിൽ യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. കുരിശും ചുവന്നുകൊണ്ട് നഗരത്തിന് പുറത്തേക്ക് ഗാവുൽത്തായിലേക്ക് പോകുന്നു. അവിടെ കുരിശ് തറയ്ക്കുന്നു, യേശു മരിക്കുന്നു. ഏതാണ്ട് 10 മണിയോ 11 മണിയോടുകൂടി ആരംഭിക്കുന്ന ഗത്സമനെ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന സംഭവം പിറ്റേ ദിവസം 12 മണിയാകുമ്പോഴേക്ക് ഏതാണ്ട് 12 മണിക്കൂർ കൊണ്ട് ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. അതിനിടയ്ക്ക് യേശുവിൻ്റെ പ്രാർത്ഥനയുണ്ട്, രക്തം വിയർത്തുള്ള പ്രാർത്ഥനയുണ്ട്, ഒറ്റിക്കൊടുക്കലുണ്ട്, ശിഷ്യന്മാരുടെ ഒളിച്ചോട്ടമുണ്ട്, വിചാരണകളുണ്ട്, തള്ളിപ്പറയലുണ്ട്, പീഡനമുണ്ട്, അവസാനം കുരിശു തറയ്ക്കലും മരിക്കലും. എല്ലാം 12 മണിക്കൂർ കൊണ്ട്. എന്തേ ഇത്ര വലിയൊരു തിടക്കം? ഇത്ര വലിയ കലാപകാരിയായിരുന്നു, അപകടകാരിയായിരുന്നു യേശു. യേശുവിനോട് കൂടി ഒരു വിചാരണയ്ക്ക് നിർത്തുന്ന ബാറബാസ്, അവൻ തടവിലായിരുന്നു. അവൻ കൊലപാതകം നടത്തിയവനാണ്. നഗരത്തിലുണ്ടായ കലാപത്തിലൂടെ കൊലപാതകം നടത്തിയതിൻ്റെ പേരിലാണ് ബാറബാസിനെ തടവിലാക്കിയിരുന്നത്. ഒരു കൊലപാതകിയായ ബാറബാസിനെ തടവിൽ വയ്ക്കാമെന്നുണ്ടെങ്കിൽ ഒരക്രമവും ചെയ്തിട്ടില്ലാത്ത യേശുവിനെ എന്തുകൊണ്ട് ഈ രാത്രിക്ക് തന്നെ പിടിച്ച് രാത്രി വിചാരണ ചെയ്ത് 12 മണിക്കൂറിനകം കുരിശു തറയ്ക്കേണ്ടി വന്നു? നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. യേശുവിനെ കുരിശു തറയ്ക്കുമ്പോൾ സൂര്യൻ ഇരുണ്ടു, അന്ധകാരം വ്യാപിച്ചു എന്ന് പറയും. ദ ഡാർക്കസ്റ്റ് അവർ എന്നാണ് പറയുക. ഏറ്റവും വലിയ അന്ധകാരം കട്ടപിടിച്ച അവസരമാണ്. അപ്പോൾ ഈ ദുഃഖവെള്ളി എന്ന് പറയുന്ന ദിവസത്തിൻ്റെ വിവിധ മാനങ്ങൾ നമ്മളൊന്ന് അപഗ്രഥിക്കുന്നത് നല്ലതാണ്. എന്താണ് അങ്ങോട്ട് നയിച്ചത്? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഗത്സമനിലെ പ്രാർത്ഥനയിൽ തുടങ്ങാം. യേശു ഗത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന തികച്ചും വ്യത്യസ്തമായൊരു രൂപമാണ് നമ്മൾ യേശുവിൽ കാണുക. അവൻ ഭയപ്പെടുന്നു. യേശു പറയും, എൻ്റെ ആത്മാവ് മരണതുല്യമായ ദുഃഖമാണ് അനുഭവിക്കുന്നത്, നിങ്ങളിനോടുകൂടി ഇരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. ഒരിക്കലും ആവശ്യപ്പെടാത്തതാണ്. അവൻ ഭയചകിതനായി അവൻ നിലത്തു വീണ് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ മാനസിക ക്ലേശത്തിൻ്റെ കാഠിന്യത്തിൽ
ദുഃഖത്തിൻ്റെ പാരമ്പര്യത്തിൽ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണെന്ന് പറയുക. യേശു പ്രാർത്ഥിക്കുന്നു, നോക്കൂ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നതെന്നറിയാം. എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? എന്താണ് ഈ പാനപാത്രം? സംഭവിക്കാൻ പോകുന്ന 10 മണിക്കൂർ നേരത്തെ പീഡനമാണോ? അതിനേക്കാൾ എത്രയോ വലിയ പീഡനങ്ങൾ സഹിച്ച മനുഷ്യരുണ്ട്. ഇപ്പോൾ ശാരീരികമായ പീഡനങ്ങൾ മാത്രമായിരിക്കില്ല യേശുവിടെ ഭയപ്പെടുന്നത്. താൻ എന്തിനു വേണ്ടി കടന്നു വന്നോ ആ സംഭവം തന്നെയാണ് അവനെ ഭയചകിതനാക്കുക. എന്താണ് ആ കടന്നു വന്ന ലക്ഷ്യം? പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. എന്താണ് ഈ പാനപാത്രം? ഈ പാനപാത്രം മറ്റൊന്നുമല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും പാപമാണ്. പാപമറിയാത്തവനെ അവൻ പാപമാക്കി എന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പാപമറിയാത്തവനെ പാപമാക്കി. എന്താണ് പാപമെന്നും എന്താണ് പാപത്തിൻ്റെ കാഠിന്യമെന്നും യേശുവിൻ്റെ ഗത്സമനിലെ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കും. രക്തം വിയർക്കത്തക്ക വിധത്തിൽ അത്രമാത്രം ഭീകരമായ ഭയത്തിനും വേദനയ്ക്കും ദുഃഖത്തിനും അവൻ ഇരയായിത്തീരുന്നു. എന്താണ് പാപം? ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞു. ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടിനെക്കുറിച്ച് യഹൂദരുടെ പാപപരിഹാര ദിനത്തിൽ ഒരു ആചാരമുണ്ട്. മനുഷ്യരുടെ ആ വർഷത്തെ മുഴുവനും യഹൂദരുടെ മുഴുവനും പാപം പ്രധാന പുരോഹിതൻ ഒരാടിന് തലയിൽ ആരോപിച്ചതിന് ശേഷം ആ ആടിനെ മരുഭൂമിയിലേക്ക് വിടും. അതിനെ സ്കേപ്പ് കോട്ട് എന്ന് വിളിക്കും, ബലിയാട്. മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും പാപം സ്വന്തം ചുമൽ വഹിക്കുന്ന ഒരവസ്ഥയായി യേശു. എന്താണ് പാപം? എന്താണ് പാപത്തിൻ്റെ ഫലം? പാപമെന്നാൽ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്, ദൈവത്തിൽ നിന്ന് അകലെയാവുക. മാതൃഗർഭത്തിലായിരിക്കുന്ന ശിശുവിൻ്റെ ജീവനാളി മുറിക്കുന്നത് പോലെ, നാഭീനാള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന പോലെ, പൂക്കൾ കൊടി മുറിക്കുന്നത് പോലെയാണ്. ഇനി അവന് മരണമേ ഉള്ളൂ. ഇപ്പോൾ ദൈവവുമായി ഒന്നായിരിക്കുന്ന പുത്രൻ ആ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന സംഭവം ഇനി അവൻ നരകത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നൊരു അനുഭവമാണ്. പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുക. പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമിൽ നിന്ന് കടന്നു പോകട്ടെ. ഈ ദുഃഖത്തിൻ്റെ, ഈ തിരസ്കരണത്തിൻ്റെ പാനപാത്രം, പാപത്തിൻ്റെ കാഠിന്യം എന്താണെന്ന് ദൈവപുത്രൻ മനുഷ്യപുത്രനായി അനുഭവിക്കുകയാണ്. പാനപാത്രം കടന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. യേശു ഉടൻ പ്രാർത്ഥിക്കും, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അവനെ സഹായിക്കാൻ, അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയും ലൂക്കായുടെ സുവിശേഷത്തിൽ. ശക്തി യാചിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, അവൻ പാനപാത്രം കുടിക്കാതെ മാറുകയില്ല എന്നറിയാം. അതിനുവേണ്ടി തന്നെയാണ് അവൻ ഇവിടേക്ക് വന്നത്. അടുത്തപടി നമ്മൾ കാണുന്നത് ഒറ്റിക്കൊടുക്കലാണ്. ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്. ഈ ഒറ്റിക്കൊടുക്കലിന് ശേഷം ഒരു സംഘടന നടക്കുന്നതായിട്ട് കാണും. പത്രോസ് വാളെടുത്ത് വെട്ടുന്നു. പത്രോസിനോട് പറഞ്ഞിരുന്നു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, പ്രലോഭനത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവൻ. പക്ഷേ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉണർന്നിരിക്കാതെ ഉറങ്ങിപ്പോയവൻ ഇപ്പോഴും വാളെടുത്ത് യേശുവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് വലിയ അപകടമായി. പിന്നീട് പിടിക്കപ്പെടുമ്പോൾ ഈ വാൾ പ്രയോഗവും പത്രോസിന് ഒരു കാരണമായി കാണും യേശുവിനെ തള്ളിപ്പറയാൻ. അവസാനം എല്ലാവരും ഭയന്നോടി. അല്പം ധൈര്യമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ യേശുവിന് പിന്നാലെ പോയി അവനൊരു പുതപ്പ് മാത്രം പുതച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. പട്ടാളക്കാരൻ അവൻ്റെ പുതപ്പിൽ പിടിച്ചപ്പോൾ ആ പുതപ്പും വിട്ട് അവൻ നഗ്നനായി ഓടിപ്പോയി. അതൊരു ചിത്രമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. യേശുവിൻ്റെ ബന്ധനത്തിൻ്റെ അവസരത്തിൽ സകലരും അവനെ തിരസ്കരിക്കുകയായി. എല്ലാവരും വിട്ടുപോയി. ഏകാകിയായി, ബന്ധിതനായി പടയാളികളുടെ കയ്യിൽപ്പെടുന്ന യേശു. എന്തേ ഇങ്ങനെ? യേശു പറഞ്ഞിരുന്നു, ആവശ്യമെങ്കിൽ 12 വൃന്ദത്തിലധികം ദൂതന്മാരെ എനിക്ക് വേണ്ടി അയക്കാൻ പിതാവിനോട് പറയാൻ എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു. ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ബലഹീനത കൊണ്ടല്ല അവൻ സ്വയം ഏറ്റുകൊടുക്കുന്നത്, ബലഹീനനാവുകയാണ്. അങ്ങനെ ചെയ്താൽ ഇതെല്ലാം നിറവേറണമെന്നത് എങ്ങനെ നിറവേറും? പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം സംഭവങ്ങൾ. കയ്യാഫാസിൻ്റെ അരമനയിൽ വിചാരണയുണ്ടാകുന്നു. ആദ്യമായിട്ട് അന്നാസാണ് വിചാരണ ചെയ്യുന്നൊരു FIR തയ്യാറാക്കാൻ. അവിടെ വെച്ച് വിചാരണ സമയം രാവിലെ വീണ്ടും വിചാരണ കയ്യാഫാസിൻ്റെ അടുക്കൽ ഔദ്യോഗികമായൊരു ചോദ്യമുണ്ട്. പല കള്ളസാക്ഷികളും എന്ന് പറഞ്ഞ് ശരിയാവാത്തപ്പോൾ കയ്യാഫാസാണ് ഔദ്യോഗികമായി ചോദിക്കുക. ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ ചോദിക്കുന്നു, നീയാണോ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു? അതെ എന്ന് യേശു നിസ്സംശയം പറഞ്ഞു. തന്നെയുമല്ല, എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും വാനമേഘങ്ങളോട് വരുന്നതും നീ കാണും. അപ്പോൾ യേശുവിൻ്റെ ദൈവികത തറപ്പിച്ചു പറയുന്നൊരു കാര്യമാണ്. അത് കേൾക്കുമ്പോൾ കയ്യാഫാസ് യേശുവിനെ ആരാധിക്കുകയല്ല ചെയ്യുക, ഇവിടെ മുമ്പിൽ നിൽക്കുന്ന ദൈവപുത്രനെ അംഗീകരിക്കുകയല്ല, വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറയുന്നു, ഷുമാ ഇസ്രായേൽ, ഇസ്രായേൽ കേൾക്കുന്ന ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് എന്ന് പറഞ്ഞ് വസ്ത്രം വലിച്ചു കീറിയത് അവൻ ദൈവദൂഷണം കേട്ടതു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ നിങ്ങൾക്കെന്ന് തോന്നുന്നു എല്ലാവരും പറഞ്ഞു അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണ്. 2 വിചാരണ നടക്കുമ്പോൾ മതകോടതി അവനെ ദൈവദൂഷകനായി മുദ്ര കുത്തിക്കഴിഞ്ഞു. പിന്നെ പിലാത്തോസിൻ്റെ അരവിന് നടക്കുന്ന നാടകം മാത്രമാണ്.
മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള നാടകം. അവനെ വധിക്കണം തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ പറ്റിയ കുറ്റങ്ങളാണ് ആരോപിക്കുക. പീലാത്തോസിന് മുമ്പിൽ പല കുറ്റങ്ങൾ ആരോപിച്ചു. അവൻ സീസറിന് നികുതി കൊടുക്കുന്നത് നിഷേധിക്കുന്നു. ഗലീലി മുതൽ ഇവിടം വരെ ജനത്തെ ഇളക്കി വിടുന്നു, പ്രകോപിപ്പിക്കുന്നു. മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയമായ കാര്യമാണ് പീലാത്തോസിന് മുമ്പിൽ അവതരിപ്പിക്കുക. കാരണം പീലാത്തോസ് രാഷ്ട്രീയ അധികാരി ആയതുകൊണ്ട് അതേ വില പോവുകയുള്ളൂ. ഹെറോദിസിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. അവിടെയും വിചാരണ നടന്നു, കുറ്റമൊന്നും കണ്ടില്ല. അവസാനം പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് വീണ്ടും കൊണ്ടുവരികയായി. പീലാത്തോസ് ചോദിക്കുന്ന നിർണായകമായ ചോദ്യമുണ്ട്. നീ ആണോ ക്രിസ്തു? നീ ആണോ രാജാവ്? യഹൂദ രാജാവായ ക്രിസ്തു ആണോ നീ? നീ തന്നെ പറഞ്ഞു ഞാൻ രാജാവാണെന്ന്. പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ എൻ്റെ പടയാളികൾ എനിക്ക് വേണ്ടി പൊരുതുമായിരുന്നു. പക്ഷേ ഇത് ഐഹികമല്ലാത്തൊരു രാജ്യത്തെക്കുറിച്ച് പീലാത്തോസിന് മനസ്സിലാകുമായിരുന്നില്ല. റോമൻ സൈനികനും റോമൻ സൈന്യത്തിൻ്റെ അധിപനുമായ പീലാത്തോസിന്, ഗവർണർക്ക് ഐഹികമല്ലാത്ത എന്തൊരു രാജ്യം. അവസാനം യേശുവിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അവനെ പ്രഹരിക്കുകയും അവസാന ജനകീയ വിചാരണയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുകയാണ്. ജനങ്ങളോട് ചോദിച്ചു, ഞാനിവനെ എന്ത് ചെയ്യണം? അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. എന്ത് കുറ്റമാണ് അവൻ ചെയ്തത്? അവൻ മറുപടിയൊന്നുമില്ല, അവനെ ക്രൂശിക്കുക. അങ്ങനെ ജനകീയ വിചാരണയിൽ യേശുവിനെ അവർ വിധിക്കുകയായി. 5 വിചാരണകൾ. ഇവിടെ ഒന്നും യേശുവിനൊന്നും പറയാനില്ല. നിശബ്ദനായി മാറുകയാണ്. എന്തേ ഈ നിശബ്ദതയുടെ അർത്ഥം? തുടർന്ന് കുരിശുമായിട്ടുള്ള യാത്രയാണ്. നമുക്കറിയാം, ഏറ്റവും വേദനാജനകവും ഏറ്റവും അപഹാസ്യവും ആയ, മനുഷ്യനെ ഏറ്റവും കൂടുതൽ ലജ്ജിപ്പിക്കുന്ന, അഭിമാനം അല്പം പോലും അവശേഷിപ്പിക്കാത്ത ഒരു വധമാണ് കുരിശുമരണം. പേർഷ്യക്കാരത് കണ്ടുപിടിച്ചു, റോമക്കാരത് ഏറ്റെടുത്തു. വലിയ കലാപകാരികൾക്ക്, ഒളിച്ചോടുന്ന അടിമകൾക്ക്, കലാപം നടത്തുന്നവർക്കെതിരായിട്ടാണ് ഈ കുരിശുമരണം അവർ ശിക്ഷ വിധിച്ചിരുന്നത്. പൊതുവെ നഗ്നനായിട്ടാണ് പട്ടണത്തിലൂടെ കൊണ്ടുപോവുക. യഹൂദരുടെ മാന്യതയെ പരിഗണിച്ച് അരക്കച്ചു അനുവദിച്ചിരുന്നു പറയുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ഏതെങ്കിലും ആവട്ടെ, 2 ദിവസം മുമ്പ് ഹോശാന വിളിച്ച് ജനങ്ങൾ അകമ്പടി സേവിച്ച് ആ നഗരത്തിൻ്റെ വീഥിയിലൂടെ ഇപ്പോഴ് അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നവരും പടയാളികളും യേശുവിനെ കൊണ്ടുപോവുകയായി. നരകമധ്യത്തിലൂടെയുള്ള വാഴ്ച, ഒന്നും പറയാനില്ല. അവനിൽ സഹതപിക്കുന്ന സ്ത്രീകളോട് പറയും, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കുവിൻ. കൊണ്ടുവന്നു പട്ടണത്തിന് പുറത്ത് ഗാഗുൽത്തായിൽ യേശുവിനെ കുരിശിൽ തറയ്ക്കുകയായി. കുരിശിൽ തറയ്ക്കുമ്പോൾ ഓർക്കണം, യേശുവിനെ അവഹേളിതനായി എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് സംഭവിക്കുക. ആത്മാഭിമാനം അല്പം പോലും അവശേഷിക്കാത്ത രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നു. അതിഭീകരമായ വേദന അനുഭവിക്കുന്ന കുരിശുമരണവും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 പേരെയും കുറിച്ച് തറച്ചിട്ടുണ്ട്. നടുവിൽ യേശുവിനെ വലിയ കലാപകാരി എന്ന രീതിയിൽ. അവൻ്റെ കുരിശിന് മുകളിൽ വെച്ച് ഒരു ഫലകമുണ്ട്. നസ്രായനായ യേശു യഹൂദരുടെ രാജാവ്, അവൻ്റെ കുറ്റപത്രമാണ്. അവൻ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു എന്നതിൻ്റെ പേരിലാണ് അവനെ വധിക്കുക, വധശിക്ഷ വിധിക്കുക. ഇവിടെ യേശുവിൻ്റെ പ്രതികരണം നോക്കുക. യേശുവിനെക്കുറിച്ച്, കുരിശിൽ കിടക്കുന്ന യേശുവിനെക്കുറിച്ച് 4 സുവിശേഷകന്മാരും പറയുന്നുണ്ട്. മത്തായി, മർക്കോസ് യേശുവിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളിയെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ ഒരു പ്രാർത്ഥന അഥവാ ഒരു നിലവിളി. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തേ എന്നെ നീ കൈവിടിഞ്ഞു? നമ്മൾ ചോദിക്കും, ആരാണ് ഈ മനുഷ്യൻ? ഇത്രകാലം ഹീനമായി ക്രൂശിക്കപ്പെടുന്ന ഈ മനുഷ്യൻ ആരാണ്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ എന്നെ കൈവിടിഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മരിക്കുന്ന ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനാകും? ഇത് വലിയ നിരാശയല്ലേ? എന്തോ തെറ്റിദ്ധാരണയ്ക്കിരയായി പോയതാണോ? ആരാണിവൻ? ഇതുവരെ പിതാവെ എന്ന് വിളിക്കുമായിരുന്ന യേശു ഇപ്പോൾ മർക്കോസിൻ്റെയും മത്തായിയുടെ സുവിശേഷ പ്രകാരം എൻ്റെ ദൈവമേ എന്നാണ് വിളിക്കുക. പിതാവിന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും തോന്നില്ല. കാരണം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യേശുവിൻ്റെ ഗത്സമനിലെ പ്രാർത്ഥനയുടെ സമയത്തുണ്ടായ അനുഭവം, ദൈവത്താൽ തിരസ്കരിക്കപ്പെടുന്ന സംഭവം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തേ എന്നെ നീ കൈവിടിഞ്ഞു? 22-ാം സങ്കീർത്തനം ആരംഭിക്കുന്ന അങ്ങനെയാണ്. യേശുവിൻ്റെ പീഡാനുഭവത്തിൽ പൂർത്തിയായ പല കാര്യങ്ങളും ആ സങ്കീർത്തനത്തിലുണ്ട്. യേശയ്യായുടെ പുസ്തകം 52-ാം 53 അധ്യായം നമ്മൾ വായിച്ചതാണ്. അതിലൊക്കെ കാണുന്നത് ഈ ഒരു പൂർത്തീകരണമാണ്. പക്ഷേ തുടങ്ങുന്നത് ഇങ്ങനെ, എൻ്റെ ദൈവമേ, എന്തേ നീ എന്നെ കൈവിടിഞ്ഞു. അതൊരു പ്രാർത്ഥന മാത്രമല്ല എന്ന് ഓർക്കണം. അതിനർത്ഥമുണ്ട്. ആ അർത്ഥം ഇതാണ്: പാപിയുടെ പൂർണ്ണമായ അവസ്ഥ, സകൽ ലോകത്തിൻ്റെ മുഴുവനും പാപം ഏറ്റെടുത്തവൻ യഥാർത്ഥമായ പാപിയായി നിൽക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുക. ദൈവത്താൽ തിരസ്കരിക്കപ്പെടുന്ന, ദൈവത്തിൽ ഞാൻ എങ്ങോട്ട് പോകും? എൻ്റെ ജീവൻ്റെ ഉറവിടം ദൈവമാണെങ്കിൽ അവിടുന്ന് ഞാൻ എങ്ങോട്ട് പോകും? ദൈവം എന്നെ തിരസ്കരിച്ചാൽ പിന്നെ ഞാൻ എവിടെ പോകും? എല്ലാം നഷ്ടപ്പെടുന്ന പോലെയാണ് ആരംഭിക്കുക. ദൈവം പോലും കൈവിടിഞ്ഞ അവസ്ഥ. ആ അവസ്ഥയാണ് മർക്കോസിൻ്റെയും മത്തായിയുടെയും സുവിശേഷത്തിൽ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇതിന് മറ്റു ഭാഗങ്ങൾ കൂടിയുണ്ട്. മറ്റർത്ഥങ്ങൾ വ്യക്തമാക്കുന്നതാണ് ലൂക്കായുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു കുറച്ചുകൂടി ശാന്തമായിട്ടാണ് പറയുന്നത്.
പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്നാൽ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. താഴെ നിൽക്കുന്നവർ അറിയുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? യേശുവിന് കാഴ്ചപ്പാട് തീർച്ചയായിട്ടും. യേശുവിനെ ദൈവപുത്രനായി ആർക്കാണ് സ്വീകരിക്കാൻ സാധിക്കുക? നസറത്തിൽ നിന്ന് വന്ന ഈ തച്ചൻ്റെ മകൻ എങ്ങനെ ദൈവത്തിന് തുല്യനാണെന്ന് പറയാൻ സാധിക്കും? അവരുടെ മതവിശ്വാസത്തെ, ദൈവവിശ്വാസത്തെ മുഴുവനും തകിടം മറിക്കുന്ന ഈ പ്രസ്താവന സ്വീകരിക്കാൻ മാനുഷികമായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നില്ല. അവർ യേശുവിനെ ദൈവദൂഷകൻ മാത്രമായിട്ടാണ് കണ്ടത്, കയ്യഫാസും കൂട്ടലും. പീലാത്തോസ് ആണെങ്കിലും യേശുവിനെ മറ്റൊരു രീതിയിലുള്ള രാജാവായി കാണാൻ സാധിക്കുമായിരുന്നില്ല. റോമാ സാമ്രാജ്യത്തിന് ഒരു ഭീഷണിയാകുന്ന കലാപകാരിയായിട്ടേ കാണാൻ സാധിക്കും. അവർ ചെയ്യുന്നതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. ഇതിലൂടെ എല്ലാം സംഭവിക്കും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നിഷേധിക്കാതെ തന്നെ അവർ ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം അവർക്കറിയില്ല. ഇവരോട് ക്ഷമിക്കണമേ, ഇതിൽ യൂദാസും പത്രോസും എല്ലാവരും വിടും. എല്ലാവർക്കും വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുക. ആദ്യത്തേത് എല്ലാവർക്കും വേണ്ടി. ഈ പ്രാർത്ഥനയാണ് നമുക്കെല്ലാം രക്ഷ നൽകുന്നത്. ഈ പ്രാർത്ഥനയാണ് നമുക്ക് പ്രത്യാശയുള്ളത്. എത്ര വലിയ കുറ്റക്കാരനാണെങ്കിലും ദൈവത്തോട് ക്ഷമിക്കാനായിട്ട് യാചിക്കുന്നു. കൂടെ തറച്ച് എന്ന കള്ളൻ അല്ലെങ്കിൽ കലാപകാരി പറയും, നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും നീ ഓർക്കണമേ. അതിന് കൊടുക്കുന്ന മറുപടിയാണ് മൂന്നാമത്തെ വാക്യം, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. യേശുവാണ് വാഗ്ദാനം ചെയ്യുക രാജ്യത്വം. യേശു രാജാവായി വാഴുകയാണ്. അവൻ്റെ രാജ്യത്വം പ്രഘോഷിക്കപ്പെടുന്ന കുരിശിൽ നിന്നാണ്. യോഹന്നാൻ സുവിശേഷം അങ്ങനെയാണ് പറയുക, നീ ഇന്ന് എന്നോടുകൂടി പർദീസായിരിക്കും. മരണമെന്നാൽ അവസാനമല്ല, പർദീസായിലേക്ക് ദൈവിക സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശമായിരിക്കും. എന്നോടുകൂടി ആയിരിക്കുന്നതാണ് പർദീസ, യേശുവിനോടുകൂടി ആയിരിക്കുക. അവസാനം മൂന്നാമത്തെ വാക്യമായിട്ട് ലൂക്കാ പറയുന്നത്, പിതാവേ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ ആ ഭയം, നിരാശ എല്ലാം വിട്ടു. നീ എന്നെ കൈവിടിഞ്ഞാലും നിൻ്റെ കൈ ഞാൻ വിടുകയില്ല എന്ന് അള്ളിപ്പിടിക്കുന്ന ആ സ്നേഹം. പിതാവിനെ കൈവിടുകയില്ല. പിതാവേ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. യോഹന്നാനിലുണ്ട് 3 തവണ. യോഹന്നാൻ ആദ്യം പറയുന്നത്, താൻ സ്നേഹിച്ച ശിഷ്യനും തൻ്റെ മാതാവും അടുത്ത് നിൽക്കുന്നുണ്ട്. അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. അമ്മയെ നമുക്ക് അമ്മയായി നൽകിക്കൊണ്ട് ഒരു പുതിയ കുടുംബം സ്ഥാപിക്കുകയാണ്. കുരിശിന് ചുവട്ടിലാണ് കുടുംബം സ്ഥാപിക്കപ്പെടുക. പരിശുദ്ധ കന്യകാമറിയുമാണ് ഈ സമൂഹത്തിൻ്റെ അമ്മ. നമ്മളെല്ലാവരും മക്കളാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയുന്നു. ദാഹം ആത്മാവിന് വേണ്ടിയാണ്. തീക്ഷ്ണമായി തൻ്റെ ജീവൻ എല്ലാവർക്കും നൽകാൻ, ദാഹജലം കൊടുക്കാൻ വേണ്ടിയുള്ള ദാഹമാണ്, കുടിക്കാനല്ല, കൊടുക്കാനാണ്. അവൻ ഇനിയും മഹത്വീകരിക്കപ്പെട്ട ആത്മാവിനെ നൽകപ്പെട്ടിരുന്നില്ല. കാരണം അവൻ ഇനിയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യേശു നൽകാനിരുന്ന ആത്മാവിനെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. 7-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ. യേശു മരിച്ചതിന് ശേഷം യേശുവിൻ്റെ വിലാവിൽ അവർ പാർശ്വത്തിൽ കുത്തുകയും അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയും ചെയ്യുന്നതായി യോഹന്നാൻ പറയുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് നൽകുന്നതിൻ്റെ സൂചനയുമാണ്. അവസാനം എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ശേഷിക്കുക. അവൻ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞു, ആത്മാവിനെ നൽകി. എല്ലാം പൂർത്തിയായി. അപ്പോഴേ ദൈവം ആഗ്രഹിച്ച പദ്ധതി അവൻ പൂർത്തിയായി. അവസാനം വരെ തനിക്ക് ഈ ഭൂമിയിലുണ്ടായവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇതാണ് യേശുവിൻ്റെ കുരിശിൻ്റെ അർത്ഥം. ഈ കുരിശിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒരുപാട് വിചിന്തനങ്ങളുണ്ടായി. എന്താണ് ഇതിനർത്ഥം? ബലിയർപ്പണമാണ്, ആത്മദാനമാണ്. പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പരമമായ പ്രകടനമാണ്. പിതാവ് ക്രൂരനായ ഒരു വിധിയാളനായിട്ടല്ല ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. തൻ്റെ ഏകജാതി നൽകാൻ മാത്രം നമ്മെ സ്നേഹിക്കുന്ന അത്രയേറെ ആഴമുള്ള സ്നേഹത്തിൻ്റെ ഉടമയാണ് പിതാവ്. ആ പിതാവ് സഹിക്കുന്നില്ല എന്ന് പറയാനാവില്ല. പിടഞ്ഞു വരിക്കുന്ന മകൻ്റെ മരണത്തെ ഒഴിവാക്കാമായിരുന്നിട്ടും, അവിടെ ഒന്ന് കുരിശിതവനെ ഇറക്കാൻ സാധിക്കുമായിരുന്നിട്ടും സമ്മതിക്കാതിരുന്ന പിതാവ് സ്വയം കൈകെട്ടുകയാണ്. സഹിക്കുന്ന മകനേക്കാൾ കൂടുതൽ സഹിക്കുന്ന പിതാവാണെന്ന് ഓർക്കുക. തൻ്റെ ഏകജാതിന് നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞവൻ ആ ജീവൻ അർപ്പിച്ചുകൊണ്ടാണ്. യേശുവിൻ്റെ ആത്മത്യാഗത്തിൽ, ആത്മദാനത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ്. പിന്നീട് റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ചോദിക്കും, അവൻ തൻ്റെ നമ്മൾ പാപികളായിരിക്കുക തൻ്റെ ഏകജാതിനെ നമുക്ക് നൽകിയെങ്കിൽ നമുക്ക് വേണ്ടി എന്താണ് അവൻ തരാതിരിക്കുക? അപ്പോൾ യേശുവിൻ്റെ കുരിശ് മനുഷ്യന് നൽകുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനത്തിൻ്റെ അടയാളമാണ്. മനുഷ്യൻ്റെതായ എല്ലാ തിന്മകളെയും ചെറുക്കുന്ന, നിഷേധിക്കുന്ന നിഷേധത്തിൻ്റെ അടയാളവുമാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെയും ആഡംബരങ്ങളുടെയും ആസക്തികളുടെയും ഒക്കെ മേൽ ദൈവം പ്രഘോഷിക്കുന്ന വലിയ നിഷേധത്തിൻ്റെ അടയാളം കൂടിയാണ് കുരിശ്. സ്നേഹത്തിൻ്റെ അടയാളം, വലിയ സ്നേഹം, പരസ്പരം ദാനം ചെയ്യുന്നതിൻ്റെ. ഇപ്രകാരം ഒരു ദാനമാണ് നമുക്ക് ജീവനിലേക്ക് നയിക്കുന്നത്. ഇപ്രകാരം ദൈവത്തിൻ്റെ തന്നെ ആത്മദാനമാണ് നമുക്ക് ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ കുരിശിലാണ് രക്ഷ. കുരിശില്ലാതെ നമുക്ക് രക്ഷയുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുക, വിജാതിയർക്ക് ഭോഷത്വവും ഇസ്രായേൽക്കാർക്ക് ഇടർച്ചയുമായ ക്രൂശിതനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുക. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും അഭിമാനിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ആ പൗലോസ് വിശുദ്ധ കുരിശിൻ്റെ, വിശുദ്ധ മരണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവനാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കുരിശ് വരച്ച് ആരംഭിക്കുക. ക്രൂശിതനിൽ ആണ് നമുക്ക് രക്ഷ, കുരിശിലൂടെയാണ് നമുക്ക് ജീവൻ നൽകുന്നത്.
ഇത്രയും വലിയ ദാനം നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഏകജാത നൽകാൻ മാത്രം അത്രയേറെ ഞങ്ങളെ സ്നേഹിച്ച ആ വലിയ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾക്ക് എനിക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയടിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണല്ലോ അങ്ങയുടെ കുരിശുമരണം. ഇത് മരണം അവസാനമല്ല എന്നും പിതാവിലേക്കുള്ള യാത്രയാണെന്നും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. കുരിശ് ഒരു പരാജയമല്ല, കുരിശ് ഒരു മഹത്വീകരണമാണ്. ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്ന കോവണിയാണ് കുരിശ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ കുരിശിൽ ഞങ്ങളും ഭാഗവാക്കുകളാൻ വിളിക്കപ്പെടുമ്പോൾ, അങ്ങയുടെ സഹനത്തിൽ പങ്കുചേരാനുള്ള അവസരം കിട്ടുമ്പോൾ അതിൽ നിരാശപ്പെടാതെ, പിറുപിറുത്ത് കുറ്റം പറയാതെ, സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കുരിശിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ മഹത്വവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.